അങ്ങനെ എൻ്റെ മക്കളെ കാത്തിരുന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഐ ലോഗോ വന്നു. അതെ, അയ്യോ സന്തോഷമായി. ഇനി 75 ദിവസമുണ്ട് കറക്റ്റ് നമ്മുടെ ഷോ തുടങ്ങാൻ. ഐ ലോഗോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായി ഐ ലോഗോ? എൻ്റെ കാര്യം ഞാൻ പറയാം. ഏതെങ്കിലും സീസണിനെ ഒന്ന് അലക്കി തേച്ച് എടുത്ത പോലെ നിങ്ങൾക്ക് തോന്നിയോ? ഒന്ന് മിനിക്ക് ഉജാല മുക്കി പൊക്കിയോ പോലെ നിങ്ങൾക്ക് തോന്നി? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് സീസണാണെന്ന് പറയാം. മൊത്തം പർപ്പിൾ മയമാണ്. സത്യം, പർപ്പിൾ മയം. നമുക്ക് ആ സീസൺ 5ന്റെ കോമണാസ് പ്രൊമോ ഉണ്ടല്ലോ, ഒരു പർപ്പിൾ, അതേ പർപ്പിൾ. ആ പ്രൊമോ കണ്ടിട്ട് ആളുകൾ പറഞ്ഞു, അയ്യോ കണ്ണെടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കളറെന്ന്. ഇതൊരു മനഃപൂർവ്വം ചെയ്തു വെച്ചാണോ എന്ന് എനിക്കൊരു പിടിയുമില്ല. എന്തായാലും നമുക്ക് ലോഗോയുടെ റിവ്യൂയിലേക്ക് പോകാം, ലോഗോയുടെ ഡീകോഡിംഗിലേക്ക് പോകാം. ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്, എങ്ങനെയാണ് കണ്ടത്, എല്ലാ വിശേഷങ്ങളും പറയാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇന്ന് താഴെ കമന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ലോഗോയെ കുറിച്ച് കുറച്ച് ആധികാരികമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് വരാം. ലോഗോ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഏഷ്യാനെറ്റ് ചാനലിൽ വന്നിട്ടുണ്ട്. FB യൂട്യൂബില് TV-യിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇതിനകത്ത് കാണിക്കുന്ന സാധനം, ഈ ലോഗോ എന്ന് പറയുന്നത് ബോൾഡ് ഡൈനാമിക് ഡിസൈൻ ആണ്. ഈ ഡിസൈൻ ഡ്രാമ, എക്സൈറ്റ്മെന്റ്, ഗ്രാൻഡർ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിയാലിറ്റി ഡിസൈൻ ആണ് ഈ സാധനം. ഇനി ഐ സിംബോളിസത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സെൻട്രൽ ലോഗോ, നമ്മുടെ ഐയുടെ ആ ഒരു നടുക്കത്തെ കൃഷ്ണമണി പോർഷൻ, അത് ഈ പറയുന്ന പോലെ ഐ ഷേപ്പിൽ ചെയ്തിട്ട് അതിൻ്റെ കൃഷ്ണമണി അവർ ബിഗ് ബോസ് നോർമലി ചെയ്യുമ്പോൾ ചെയ്തതാണ്. പക്ഷേ അതിനകത്ത് ഈ കൃഷ്ണമണി ഉണ്ടല്ലോ, അതിനെ ക്യാമറയുടെ ലെൻസ് പോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. മീൻസ് ഇത്തവണ നമ്മൾ എല്ലായിടത്തും നോക്കുന്നുണ്ട്, ഒരു പരിപാടി നടക്കൂലെന്ന് പറഞ്ഞ് ക്യാമറ ഉണ്ടല്ലോ, നമ്മുടെ ക്യാമറ, ഈ ക്യാമറ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ. ഈ സാധനം തന്നെയാണ് എന്തുള്ളത്, നമ്മുടെ കണ്ണിൻ്റെ നടുക്ക് ക്യാമറ, മീൻസ് അതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മെറ്റാലിക് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ്. മീൻസ് ഗോൾഡും മെറ്റാലിക് ടോണും ഇതിനൊരു ലക്ഷോറിയസും ഹൈടെക്കും ആയിട്ടുള്ള ലുക്കാണ് ഈ ലോഗോയ്ക്ക് തരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റേഡിയൽ പാറ്റേൺസും ഇൻട്രിസിറ്റും ഈ ലെൻസിന് ചുറ്റും ഒരു എനർജി മൂവ്മെൻറ്റും കൊടുക്കുന്ന പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കളർ സ്കീമിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഡീപ്പ് പർപ്പിളാണ്. പർപ്പിൾ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണ്, പർപ്പിളിനകത്ത് പിങ്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡാർക്ക് ബ്ലൂ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കൂടെ ചേർത്ത് കലക്കി വാരി അടിച്ച ഒരു പർപ്പിളാണ് അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പർപ്പിൾ. പർപ്പിളിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. പർപ്പിൾ മീൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് മഞ്ഞളിക്കും. അതാണ് പർപ്പിളിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ സീസൺ 5ലെ കോമണാസ് പ്രൊമോ ഓർമ്മയുണ്ടോ? നമുക്ക് ഇപ്പോഴും ആ പ്രൊമോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വന്നതാണ്. ലാലേട്ടൻ ഒരു പർപ്പിൾ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നു, പറകെ മൊത്തം പർപ്പിൾ മയം. ആ സാധനം പർപ്പിൾ ഈസ് അറ്റൻഷൻ സീക്കിങ്. ആ സാധനം പർപ്പിൾ റെഡ് ഒക്കെ ആ സാധനമാണ് ഇവർ ഇതിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ അറ്റൻഷൻ സീക്കിങ്ങിനുള്ള ഒരു സീസൺ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ബിഗ് ബോസിനെ ബോൾഡിലായിട്ട് നോർമൽ പോലെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് 3 ഡയമെൻഷണൽ എഫക്റ്റിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്, ഒരു മെറ്റാലിക് സാധനമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെറ്റാലിക് സാധനം നമ്മുടെ ഒരു ഗോൾഡൻ ടെക്സ്ചറിലാണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ പ്രൊമോയെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി എൻ്റെ ഒപ്പീനിയനിലേക്ക് വരാം. എനിക്ക് പ്രൊമോ അത്രമേൽ അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ബിക്കോസ് എപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ദിവസം മുന്നേയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ജിയോയാണ് ഇത്തവണ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ജിയോയുടേതായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും പ്രൊമോ വരുന്നത്. മീൻസ് നമ്മൾ ഞെട്ടും, ഉറപ്പായിട്ടും നമ്മളെ ഞെട്ടും. ഒന്നുകിൽ സൂപ്പർ ആയിട്ട് എന്ന് പറഞ്ഞ് ഞെട്ടും, ഇല്ലെങ്കിൽ ഷേ എന്ന് പറഞ്ഞ് നമ്മൾ ഞെട്ടും. ഏതെങ്കിലും ഒന്ന് നടന്നിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഷേ എന്നാണ്. നിങ്ങൾക്ക് കാര്യം എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ഓരോ വർഷം കൂടുന്തോറും ഓരോ സീസണെക്കാളും പുതിയ സീസൺ വരുമ്പോൾ ബെറ്റർ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നതും സൂപ്പർ ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രമേൽ എനിക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല. ഫൈൻ, ലോഗോ ഈസ് ഫൈൻ, ലോഗോ ഈസ് നോർമൽ. ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കാണുന്നവർക്ക് ഇതൊക്കെ സൂപ്പർ ലോഗോയാണ്, ആ കണക്കിന് എനിക്ക് ഓക്കെ. പക്ഷേ മലയാളം BBയുടെ ലോഗോയാണ് എക്കാലത്തെയും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അപ്പോൾ ആ സാധനം ഒന്ന് ബ്രേക്കായി, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. ജിയോ മയമാണ്. ജിയോയുടെ പർപ്പിള്, പിങ്ക്, ആ ഡാർക്ക് ബ്ലൂ എല്ലാം കൂടെ മിക്സ്, ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ മയമാണ് ലോഗോയ്ക്കകത്ത് എനിക്ക് കാണാൻ പറ്റിയത്. ഇനി ഈ ലോഗോയുടെ മോഷനിലേക്ക് വരാം. ലോഗോയുടെ മോഷൻ എന്താ, ആദ്യം ഒരു 7 കാണിക്കുന്നു. 7-നകത്ത് ഇങ്ങനെ ഡയമണ്ട് പോലത്തെ അല്ലെങ്കിൽ എന്താ പറയുക മെറ്റാലിക് രീതിയിലുള്ള മുത്തുകൾ ഇങ്ങനെ നിറയുന്നു. എന്നിട്ട് ഈ 7 തന്നെ 2 രീതിയിലേക്ക്, ഇതിപ്പോൾ 7 ആണെന്ന്
എവിടെ അങ്ങനെയാണ് 7 കാണിക്കുന്നത്? ഇത് 7. ഇതൊരു 7. ഇങ്ങനെ ആദ്യം ഒരു 7 കാണിക്കുന്നു. ഈ 7 അവസാനം ഇങ്ങനെ നിന്ന് 2ആയി ഡിവൈഡ് ചെയ്ത് പോയി. ഇത് നമ്മുടെ ആംഗിൾ പോലെ ആവുന്നു. നമ്മുടെ നോർമൽ ഐ ഷേപ്പിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇത്തവണ നോർമൽ ബിഗ് ബോസ് അല്ല എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ പ്രൊമോ എന്നും ഈ ലോഗോ എന്ന് ഡീകോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ആയിരിക്കില്ല സീസണിൽ നടക്കുന്നത്. അത് വേറെ കേസ്. ഇനി ഈ 2 7 2 സൈഡിലേക്ക് പോയി, ഒന്ന് താഴേക്ക് ഒന്ന് മേലേക്ക് ഇരിക്കുന്നുണ്ട്. ഐ മൊത്തം ക്യാമറ ഡിസൈൻ ആണ്, ക്യാമറ പോലെ തന്നെയാണ്. 7 സ്റ്റോണുകൾ ഐക്ക് ചുറ്റും വെച്ചിട്ടുണ്ട്. നിയോൺ ലൈറ്റ് അതിന്റെ ചുറ്റുമുണ്ട്. സീസൺ 5ന്റെ ലോഗോ മോഡിഫൈ ചെയ്തെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സീസൺ 5ന്റെ 5നെ എടുത്ത് ദൂരെ മാറ്റി. 5 എടുത്ത് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്തെല്ലാം സാധനങ്ങളാണ് ആ പുറത്തോട്ടൊക്കെ തള്ളി നിൽക്കുന്ന ഒരു ഇല പോലെയൊക്കെ ഇങ്ങനെയൊക്കെ തള്ളി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ആ സെയിം സാധനമാണ്, സെയിം സാധനം, സെയിം ആ സാധനമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് എനിക്ക് തോന്നിയത്. പിന്നെ പർപ്പിൾ മയമാണ്, വയലറ്റ് മയമാണ്. പക്ഷെ ഇതിന്റെ ഒരു ടാഗ് ലൈൻ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ സീസൺ 5 മുതലാണ്. സീസൺ 5ലാണ് എന്ത് ചെയ്യുന്നത്, തീ ഇങ്ങനെ പാറുന്നതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആരും ഗസ് ചെയ്തില്ല. തീ പാറും എന്ന് തന്നെയായിരുന്നു സീസണിന്റെ ടൈറ്റിൽ. സീസൺ 6 വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇടി വെട്ടും ആ സാധനമാണ് വന്നത്. പക്ഷേ ടാഗ് അതൊന്നും അല്ലായിരുന്നു. സീസൺ 7 കണ്ടിട്ട് ടാഗ് ഇതൊന്നും ആയിരിക്കത്തില്ല. എന്നിരുന്നാലും എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായത് ഇങ്ങനെ ഈ ലോഗോ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്, അല്ല ഒന്ന് ഇളകി മറിയുന്നുണ്ട്. അപ്പോൾ ഇളകി മറിയുന്നോ കുലുങ്ങുന്നോ ഒക്കെ ചിലപ്പോൾ വരാം. എൻ്റെ ഗസ് മാത്രമാണത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് പറയുക. ഇനി ലോഗോയുടെ ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നലെ സത്യം പറഞ്ഞാൽ ഈ ലോഗോയുടെ ഒരു 1/4 ഭാഗം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോഗോയുടെ കുറച്ച് ഭാഗങ്ങളെ കുറിച്ചിട്ട്. അതിനകത്ത് ഈ തള്ളി നിൽക്കുന്ന ഭാഗവും അതുപോലെ തന്നെ പുറത്തേക്ക് ഐയുടെ ലോഗോയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു പോർഷനും ഇതിൻ്റെ നിയോൺ ലൈറ്റും 7ഉം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് എനിക്ക് നിങ്ങളോടൊന്നും ഒരു കാര്യവും ഉറപ്പില്ലാതെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ പ്രൊമോ വരുന്നതിന് ഒരു 1 അവർ മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇതുപോലത്തെ ഒരു സാധനം ഉണ്ട്, ഒരു പർപ്പിൾ മജന്ത മിക്സ് ഉണ്ടെന്ന് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. അറിഞ്ഞിട്ട് അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇനിയും ഒരു ഇതെടുത്ത് തലയ്ക്ക് വെക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പറയാതിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏപ്രിൽ 21-ാം തീയതിയാണ് നമ്മൾ ഈസ്റ്ററിൻ്റെ അന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊമോക്കും ലോഗോയ്ക്കും വേണ്ടി. ഇന്ന് മെയ് 21. കുറച്ച് ദിവസം മുന്നേ ഇട്ടിരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ്ടായി, ഒരു പക്ഷേ, എനിക്ക് ഒരു ഉറപ്പുമില്ല, ഒരു പക്ഷേ ഏപ്രിൽ 21 സാധനം മെയ് 21 ഷിഫ്റ്റ് ചെയ്ത് അവർ നമുക്ക് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ അന്ന് വെച്ചിരുന്ന പ്രൊമോ ഇന്നത്തേക്ക് ആക്കിയത് എന്നുള്ളത് അത് ഈ ഒരു സമയത്ത് പറയുവാണ്. ക്രെഡിറ്റ് ആയിട്ട് പറയുന്നതല്ല, ദയവ് കരുതി ഏറെ കേട്ടരുത്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബിഗ് ബോസിൻ്റെ കാലമാണ് മക്കളെ. അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കോണ്ടന്റ് വീഡിയോസ്, പ്രഡിക്ഷൻ ലിസ്റ്റ് 2 വരാനുണ്ട്, ഓഡിഷൻ 2nd റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ തന്നെയുണ്ട്. അപ്പം നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ പറയുക. ലോഗോ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറയുക. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ ലാലേട്ടൻ ഇതിനെ എടുത്ത് സ്റ്റോറിയാക്കി വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമത്തിൽ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ തന്നെയാണ് ഈ സീസണിൻ്റെ ഹോസ്റ്റ്. അത് മുന്നാടിയേ ഞാൻ നിങ്ങളുടെ അടുത്ത് കൺഫേം ചെയ്ത് പറഞ്ഞ സാധനമാണ്. പക്ഷെ ഒരിക്കൽ കൂടി ലാലേട്ടൻ സ്റ്റോറി വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ലോഗോയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ കാര്യം ഞാൻ നിങ്ങളിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. TV-യിൽ പ്രൊമോ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യൂട്യൂബിൽ ഒരു 11:30 ആയപ്പോഴാണ് മോർണിംഗ് പ്രൊമോ വന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വിശേഷമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഒക്കെ വരാം. അപ്പോൾ വെരി 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 ഹാപ്പി. ലോഗോ ഫൈൻ അല്ല എങ്കിലും ചിലപ്പോൾ സീസൺ അടിപൊളിയായിരിക്കാം. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ ആണ്, നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Bye bye and take care.